നമസ്കാരം, എല്ലാവർക്കും അടുക്കള റാണിയിലേക്ക് സ്വാഗതം. ഞാൻ വിനീത. ഒരു അടിപൊളി വീഡിയോയുമായിട്ടാണ് ഞാനിന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിയിരിക്കുന്നത്. നമുക്ക് നോക്കാം. ചവ്വരി പൊതുവെ നമ്മൾ പായസത്തിലൊക്കെ ഇട്ടാണ് ഉപയോഗിക്കുന്നത്. എന്നാൽ ഇവിടെ നമ്മൾ ചവ്വരി കൊണ്ട് നല്ല ഒന്നാന്തരം ഒരു വടയാണ് ഉണ്ടാക്കുന്നത്. അത് പുറമേ നല്ല ക്രിസ്പി ആയിട്ടിരിക്കും, ഉള്ളിൽ കുറച്ച് സോഫ്റ്റായിട്ടുള്ള ഒരു പലഹാരമാണ്. ചായയുടെ കൂടെയും അതെല്ലാം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റായിട്ടോ ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു പലഹാരമാണ്. ഉപവാസം നോക്കുന്ന സമയത്തൊക്കെ ചവ്വരി കൊണ്ടുള്ള വട പൊതുവെ വടക്കേ ഇന്ത്യയിലൊക്കെ ഉപയോഗിച്ച് വരുന്നു. ഇത് ചട്നിയുടെ കൂടെയോ സോസിൻ്റെ കൂടെയോ തൈരിൻ്റെ കൂടെയോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ചവ്വരി കൊണ്ടുള്ള ഈ സൂപ്പർ വട തയ്യാറാക്കുന്നതിനായിട്ട് ആദ്യം നമുക്ക് ചവ്വരി കുതിർത്തെടുക്കാം. ഞാനിവിടെ 1 കപ്പ് ചവ്വരിയാണ് കുതിർത്തെടുത്തിരിക്കുന്നത്. ഇത് കുതിർന്ന് വരുമ്പോൾ ഏകദേശം 1.5 കപ്പോളം ഉണ്ടാവും. അതിനോടൊപ്പം തന്നെ ഉരുളക്കിഴങ്ങ് പുഴുങ്ങി തൊലി കളഞ്ഞ് വൃത്തിയാക്കിയത് 2 എണ്ണം എടുത്തിട്ടുണ്ട്. ഞാൻ മീഡിയം സൈസ് ഉരുളക്കിഴങ്ങാണ് എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ വലിപ്പം ചെറുതാണെങ്കിൽ നിങ്ങൾ അതനുസരിച്ച് ഉരുളക്കിഴങ്ങിൻ്റെ എണ്ണം കൂട്ടേണ്ടതാണ്. ഒപ്പം തന്നെ നിലക്കടല വറുത്ത് തൊലി കളഞ്ഞ് വൃത്തിയാക്കിയത് 1 കപ്പ് എടുത്തിട്ടുണ്ട്. ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതോ അതല്ലെന്നുണ്ടെങ്കിൽ അരച്ചതോ 1 ടീസ്പൂൺ നമുക്ക് എടുക്കാം. ഒപ്പം പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് 2 എണ്ണം ഞാനിവിടെ എടുത്തിട്ടുണ്ട്. എരി കൂടുതൽ വേണ്ടവർക്ക് കൂടുതൽ എടുക്കാവുന്നതാണ്. കൂടാതെ ചെറുതായിട്ട് അരിഞ്ഞ് 2 ടേബിൾ സ്പൂൺ മല്ലിയില എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ വറുത്തെടുത്ത് വെച്ചിരിക്കുന്ന നിലക്കടല ഒന്ന് പൊടിച്ചെടുക്കാം. അതിന് ഞാൻ ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. തീർത്ത് നൈസായിട്ട് പൊടിക്കരുത്, നല്ല തരിതരിപ്പായിട്ട് വേണം ഇത് പൊടിച്ചെടുക്കാനായിട്ട്. ഇനി നമുക്ക് ഈ ചവ്വരിയിലേക്ക് പുഴുങ്ങി വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് നന്നായിട്ട് പൊടിച്ച് ചേർത്ത് കൊടുക്കാം. നിങ്ങൾ ഇതിനകത്തേക്ക് ഡയറക്റ്റ് പൊടിച്ച് ചേർത്ത് കൊടുക്കുകയോ അതല്ലെന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് സ്പൂണോ ഫോർക്കോ വെച്ച് നന്നായിട്ട് പൊടിച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയോ ചെയ്യാം. ഞാൻ ഇതിനകത്തേക്ക് പൊടിച്ചിട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക്, ഇഞ്ചി അരച്ചത്, മല്ലിയില അതും ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് കുഴച്ചെടുക്കണം. ഇതിനകത്തേക്ക് ഇനി നമ്മൾ നിലക്കടല പൊടിച്ച് വെച്ചതും കൂടെ ഇട്ട് കൊടുക്കാം. നിലക്കടല പൊടിച്ചത് ഇട്ട് കൊടുത്തിട്ട് അതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പ്, ഞാനിവിടെ 1 ടീസ്പൂൺ ഉപ്പാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ രുചിക്കനുസരിച്ച് നിങ്ങൾ ചേർത്ത് കൊടുക്കുക. രുചിക്കനുസരിച്ചുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതിനോടൊപ്പം തന്നെ ഞാനിവിടെ ഒരു 1.25 ടീസ്പൂൺ ജീരകവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചിലവർ ഇതിലേക്ക് നാരങ്ങാനീര് ചേർത്ത് കൊടുക്കും. വേണമെന്നുണ്ടെങ്കിൽ അതും ഒരു ഓപ്ഷനാണ്, നാരങ്ങാനീര് ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ചേർത്തിട്ടില്ല. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലാ ഇൻഗ്രീഡിയൻസും നന്നായി മിക്സ് ആയതിന് ശേഷം മാത്രമേ നമ്മളിത് അമർത്തി കുഴച്ച് കൊടുക്കാൻ പാടുള്ളൂ. ഞാൻ ഒട്ടും വെള്ളം ഇതിൽ ചേർത്തിട്ടില്ല. ഇതിനകത്ത് നമ്മൾ ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയൊക്കെ ചേർത്തതും മല്ലിയില അരിഞ്ഞതും അതിനകത്തൊക്കെ സ്വല്പം വെള്ളമയം ഉണ്ട്. ആ വെള്ളമയം കൊണ്ട് തന്നെ നന്നായിട്ട് അമർത്തി കുഴച്ച് കൊടുക്കുക. ഇങ്ങനെ കുഴച്ചെടുക്കുന്നത് കൊണ്ട് നമ്മൾ എണ്ണയിലേക്ക് ഈ വട ഇട്ട് കൊടുക്കുമ്പോൾ ഒട്ടും പൊട്ടിപ്പോവാതെ നമുക്ക് നല്ല ഷേപ്പിൽ കിട്ടുകയും ചെയ്യും. അതുകൊണ്ട് നിങ്ങൾ നന്നായിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കണം. മാവ് വടയ്ക്കുള്ള പരുവത്തിന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തുനിന്ന് ഞാൻ ഓരോ ചെറിയ ഉരുളകളായിട്ട് എടുത്തതിന് ശേഷം നന്നായിട്ട് ഉരുട്ടി റൗണ്ട് ഷേപ്പിലാക്കിയിട്ട് മറ്റേ കയ്യിലോട്ട് വെച്ച് ഒന്ന് പ്രസ് ചെയ്ത് ഓവൽ ഷേപ്പിലാക്കും. ആ ഷേപ്പിലാക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ഷേപ്പിൽ അതിനെ വറുത്തെടുക്കാൻ പറ്റും. നിങ്ങൾക്ക് റൗണ്ട് ഷേപ്പിൽ തന്നെ ഇട്ട് വറക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. പക്ഷേ അങ്ങനെ ചെയ്യുമ്പോൾ അകത്ത് ചിലപ്പോൾ വേവാതിരിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇതാവുമ്പോൾ എല്ലാ സ്ഥലവും നന്നായിട്ട് വെന്ത് കിട്ടും, നല്ല ക്രിസ്പി ആയിട്ടിരിക്കുകയും ചെയ്യും. അപ്പോൾ ഞാൻ ബോൾ സൈസിൽ മാവെടുത്ത് ഉരുട്ടിയിട്ട് മറ്റേ കൈയുടെ വെള്ളയിലോട്ട് വെച്ച് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് നമ്മൾ പരിപ്പോടെയൊക്കെ ചെയ്യുന്ന പോലെ തന്നെ ഒന്ന് പ്രസ് ചെയ്തെടുത്തിട്ട് വെക്കുകയാണ്. ഞാൻ ഈ മുഴുവൻ മാവും ഇതേ രീതിയിൽ ചെയ്തെടുക്കുകയാണ്. ഇവിടെ ഞാൻ ഇത്രയും വട തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഞാനിവിടെ എണ്ണ ചൂടാകാനായിട്ട് വെക്കാൻ പോവുകയാണ്. എണ്ണ ചൂടാകാൻ വെക്കുന്ന സമയത്തിന് ഞാൻ ബാക്കിയുള്ള മാവും അതുപോലെ വടയുടെ ഷേപ്പിൽ ഉരുട്ടിയെടുക്കും. സ്റ്റൗ കത്തിച്ചിട്ട് എണ്ണ വെച്ച് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന വട ഇട്ട് കൊടുത്ത് നമുക്ക് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇവിടെ ഫ്ലെയിം എപ്പോഴും ഒരു ലോ മീഡിയം ഫ്ലെയിമിലേ വെക്കാൻ പാടുള്ളൂ. ഹൈ ഫ്ലെയിമിൽ വെക്കരുത്, തീരെ ലോയിലും വെക്കരുത്. മീഡിയം ഫ്ലെയിമിൽ അങ്ങനെ വെച്ചിട്ട് നമുക്കിത് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിൻ്റെ ഒരു വശം ഫ്രൈ ആയിട്ടുണ്ട്. ഞാനിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുകയാണ്.
ഇത് ഏകദേശം ഒരു ഗോൾഡൻ കളർ ആകുമ്പോൾ നമുക്കിത് വറുത്ത് എണ്ണയിൽ നിന്ന് മാറ്റാവുന്നതാണ്. വളരെ എളുപ്പം തയ്യാറാക്കാവുന്ന ഒരു വടയാണിത്. നമുക്ക് ഒരു ഗസ്റ്റൊക്കെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്നൊരു സ്നാക്സൊക്കെ തയ്യാറാക്കി കൊടുക്കാനായിട്ട് ഉപയോഗിക്കുകയും ചെയ്യാം. ബ്രേക്ക്ഫാസ്റ്റിന് വേണമെങ്കിൽ ഉപയോഗിക്കാം. നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. അങ്ങനെ ക്രിസ്പി ആയിട്ടുള്ളതും ടേസ്റ്റി ആയിട്ടുള്ള വട നമ്മുടേത് ഇവിടെ തയ്യാറായിട്ടുണ്ട്. നമ്മളത് എണ്ണയിൽ നിന്ന് വറുത്തെടുക്കുകയാണ്. ഇതേ രീതിയിൽ തന്നെ ഞാൻ ബാക്കി വന്ന വടകളും ഫ്രൈ ചെയ്ത് എടുക്കുകയാണ്. നിങ്ങൾ ഇതുപോലെ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ കമൻസൊക്കെ എനിക്ക് എഴുതണം കേട്ടോ. അങ്ങനെ ഞാൻ മുഴുവൻ വടയും ഇവിടെ വറുത്തെടുത്തിട്ടുണ്ട്. നിങ്ങൾ ഇതുപോലെ തന്നെ ചെയ്ത് നോക്കുക. അങ്ങനെ സൂപ്പർ ടേസ്റ്റി ക്രിസ്പി ആയിട്ടുള്ള വട റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ലൈക്കുകളും കമൻറ്റുകളും ഒക്കെയാണ് നമ്മളുടെ പ്രചോദനം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടുത്ത ഒരു സൂപ്പർ വീഡിയോയുമായി വരുന്നതുവരേക്കും ബൈ ബൈ.